യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യവും ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യവും. പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ആവർത്തന പുസ്തകത്തിൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായി ഇരിപ്പാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. മോശയ്ക്ക് ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് 40 രാവും 40 പകലുമുള്ള ദൈവവുമായുള്ള സഹവാസത്തിൽ നിന്ന് കൽപ്പലകമേൽ ദൈവം തൻ്റെ കൈവിരലുകളാൽ എഴുതി കൈമാറിയ 10 കൽപ്പനകളിലെ 5-ാമത്തെ കൽപ്പനയാണിത്. നമ്മൾ ഈ കൽപ്പനകൾ പഠിച്ചാൽ ആദ്യത്തെ 4 കൽപ്പനകളും ദൈവം തന്നെക്കുറിച്ച് തന്നെ കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്, ഞാനല്ലാതെ അന്യ ദൈവം, വേറെ ദൈവം നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹമുണ്ടാക്കരുത്, യഹോവയുടെ നാമം, എൻ്റെ നാമം ഇവർ വ്രത എടുക്കരുത്, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക, അതായത് എനിക്കുള്ള ആരാധനയുടെ ദിവസമായ 7-ാം ദിവസമായ ശബത്ത് നാളിനെ നീ ശുദ്ധീകരിക്കണം. ഇങ്ങനെ 4 കാര്യങ്ങൾ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ട് 5-ാമത്തെ കൽപ്പനയായി ദൈവം പറഞ്ഞു വെക്കുന്നത് നിൻ്റെ അപ്പൻ നിൻ്റെ അമ്മ എന്നുള്ളതാണ്. എത്രത്തോളം പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. പല വിശ്വാസികളും പല ശുശ്രൂഷകരും ശ്രദ്ധിക്കാതെ പോയൊരു മർമ്മമാണ് ഇതെന്നുള്ളത് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ശരിക്കും നമ്മൾ ആരെയാണ് ബഹുമാനിക്കുന്നത്? ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തന്നേക്കാൾ ഉയർന്ന പദവിയിലുള്ളവരെ, ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരെ കാണുമ്പോൾ ഉള്ള ബഹുമാനമുണ്ടല്ലോ, അവരെ എങ്ങനെയൊക്കെ ബഹുമാനിക്കും? അവർ പെട്ടെന്ന് കയറി വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ബഹുമാനിക്കും, എഴുന്നേറ്റ് നിൽക്കുമായിരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും വിനയത്തിൽ സംസാരിച്ച് അവരോട് ബഹുമാനിക്കുമായിരിക്കും. എന്നാൽ സമൂഹത്തിൽ വളരെ ഉന്നതമായ പദവികളുള്ള അധികാരികൾ, ഇപ്പോൾ പോലീസ് പോലുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ള അധികാരവുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ നമ്മൾ സാധാരണ ഒരു വ്യക്തികളോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല അവരോട് സംസാരിക്കുന്നത്. അല്പം ബഹുമാനം നമ്മൾ കാണിക്കും. എന്നാൽ നമ്മുടെ അപ്പനോടും അമ്മയോടും നമ്മൾ എങ്ങനെയാണ്? ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അധികാരികളോടും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടും നമ്മൾ ബഹുമാനിക്കുന്നത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നന്മകൾ കിട്ടേണ്ടതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ബഹുമാനിക്കുന്നതെങ്കിൽ, യഹോവ ദൈവം കൽപ്പിക്കുകയാണ് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ, യഹോവ നിനക്ക് തന്നിരിക്കുന്ന ദേശത്ത് നീ നന്നായിരിക്കാൻ, നന്മ പ്രാപിപ്പാൻ. ഇത് രണ്ടും ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് മനുഷ്യൻ രാപകൽ അധ്വാനിക്കുന്നത്, അല്ലെങ്കിൽ പൈസ സമ്പാദിച്ച് വെക്കുന്നത്, ഇൻഷുറൻസുകൾ എടുക്കുന്നത്, ആശുപത്രികളിൽ പോകുന്നത്. എന്താ? ദീർഘായുസ്സുണ്ടാകാൻ, എനിക്ക് നന്നായി ജീവിക്കണം. എന്നാൽ മറന്നു പോകുന്നൊരു വലിയ ദൈവകൽപ്പനയുണ്ട്: നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇതൊരു വലിയ മർമ്മമാണ്. പല ശുശ്രൂഷകർ പോലും ഈ കാര്യം മിസ് ചെയ്തുകൊണ്ട് തൻ്റെ ശുശ്രൂഷ തിരക്കുകൾക്കിടയിൽ അപ്പനെയോ അമ്മയോ ശ്രദ്ധിക്കാനുള്ള സമയമില്ലാതെ ഓടുന്ന അനേകരുണ്ട്. അല്ലെങ്കിൽ മനഃപൂർവ്വമായി അവരെ തള്ളി മാറ്റിയിട്ട് ദൈവവേല ചെയ്യുന്ന അനേകരുണ്ട്. വിശ്വാസികൾ അങ്ങനെയുള്ളവരുണ്ട്. നമ്മൾ ഈ മർമ്മം കാണാതെ പോകരുത്. നമ്മൾ വചനവേദഭാഗങ്ങൾ പഠിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പഴയ നിയമ വേദഭാഗങ്ങൾ പഠിക്കുകയാണെങ്കിൽ, തലമുറകളിലൂടെ കൈമാറി വരുന്ന ചില നന്മകൾ അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ
യിസ്ഹാക്ക് വൃദ്ധനായി അവൻ്റെ കണ്ണ് കാൺമാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ചിട്ട് പറയുകയാണ്, 27-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. വിളിച്ച് അവനോട് മകനേ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണദിവസം അറിയുന്നതുമില്ല. നീ ഇപ്പോൾ എൻ്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്കിഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇവിടെ യിസ്ഹാക്കിന് വയസ്സു ചെന്ന് പ്രായമായപ്പോൾ യിസ്ഹാക്ക് തിരിച്ചറിയുന്നു തൻ്റെ ജീവകാലം അവസാനിക്കാറായി. തൻ്റെ മൂത്ത മകനായ ഏശാവിനെ വിളിച്ചിട്ട് തനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത് തൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് മൂത്ത പുത്രനായ ഏശാവിനോട് അപ്പനായ യിസ്ഹാക്ക് പറയുക. ഈ മകൻ ഒരു ഡ്യൂട്ടി യിസ്ഹാക്ക് കൊടുക്കുക. അതെന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഈ മകനെ അനുഗ്രഹിക്കണം. അവനെ വെറുതെ അങ്ങ് അനുഗ്രഹിക്കുകയല്ല, തൻ്റെ ഹൃദയത്തിൽ നിന്ന് തനിക്ക് സന്തോഷമുണ്ടായി എൻ്റെ മകനെ എനിക്ക് അനുഗ്രഹിക്കണം. കാരണം യഹോവയുടെ അനുഗ്രഹം അബ്രഹാമിൽ നിന്നും യിസ്ഹാക്കിന് കിട്ടിയിട്ടുണ്ട്. ഈ അനുഗ്രഹം വേണം യിസ്ഹാക്കിന് ഏശാവിൻ്റെ മേൽ കൈമാറാൻ. അത് വെറുതെ കൈമാറുവാൻ ഒരാളെ കൊണ്ട് സാധിക്കുകയില്ല. തൻ്റെ ഹൃദയത്തിൽ നിന്ന് വേണം അത് കൈമാറപ്പെടുവാൻ. അതിനുവേണ്ടി തനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യുവാൻ യിസ്ഹാക്ക് മകനായ ഏശാവിനെ നിർബന്ധിക്കുക. നമുക്ക് പിന്നീടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. താഴോട്ട് വായിക്കുമ്പോൾ അത് കാണാം. യാക്കോബ് ഇതറിഞ്ഞ് ഈ അനുഗ്രഹം തട്ടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയും ഏശാവ് യിസ്ഹാക്കിൻ്റെ മുന്നിൽ വന്ന് കരയുന്നത്, അപ്പാ എനിക്ക് ഒരു അനുഗ്രഹവും ഇല്ലേ അപ്പാ, എനിക്കൊരു അനുഗ്രഹവും മാറ്റി വെച്ചിട്ടില്ലേ അപ്പാ എന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണം എത്രത്തോളം പ്രാധാന്യമാണ് ഒരു അപ്പൻ്റെ അനുഗ്രഹം. ഈ വചനം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്നെ അപ്പൻ അങ്ങനെ അനുഗ്രഹിച്ചിട്ടൊന്നുമില്ലല്ലോ. ഉണ്ട്, ഈ അനുഗ്രഹം കൈമാറപ്പെടുന്നുണ്ട്. ഇത് ഹൃദയത്തിൽ നിന്ന് കൈമാറുന്ന ഒന്നാണ്. അപ്പനും അമ്മയ്ക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ദൈവസന്നിധിയിൽ വെച്ച് ഇത് കൈമാറപ്പെടുന്നുണ്ട്. അനേകം മക്കൾ ഇതറിയുന്നില്ല. ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഈ മർമ്മത്തെ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഒരു അനുഗ്രഹം കൈമാറപ്പെടുന്നുണ്ട്. നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും ദേശത്ത് നന്മ പ്രാപിക്കേണ്ടതിനും നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും ബഹുമാനിക്കാം. ഈ ഒരു കാലഘട്ടങ്ങളിൽ നമുക്കറിയാം അനേക ആതുരാലയങ്ങൾ, അനാഥാലയങ്ങളിലൊക്കെ അപ്പനെയും അമ്മയെയും കൊണ്ടുപോയി ആക്കി തങ്ങളുടെ ജോലി തിരക്ക് മൂലം നോക്കുവാൻ നേരമില്ലാതെ അനേകർ ആ നിലകളിൽ തങ്ങളുടെ അപ്പനെയും അമ്മയെയും കൈകാര്യം ചെയ്ത് നമുക്കറിയാം. നഷ്ടമാക്കി കളയുന്നത് ഒരു ദൈവകൽപ്പനയെ, ഒരു മർമ്മത്തെ. ഇന്ന് ഒരു വലിയ തിരിച്ചറിവിലേക്ക് നമുക്ക് വരുവാം. ഇതൊരു ദൈവകൽപ്പനയാണ്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ഈ വചനങ്ങൾ എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.